നമ്മൾ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ ബ്രൂസ്ലിയുടെയും ഇപ്മാൻ്റെയും കഥ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ എൻ്റെ കപ്പ് എം ടി ആക്കിയായിരുന്നു. ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുടയായിരുന്നു. എന്തെങ്കിലും ഒരു തുള്ളി അതിൽ ബാക്കിയുണ്ട്, അതും കൂടി കളയണം എന്നുള്ളതായിരുന്നു. സോ ദാറ്റ് പെയ്ഡ് ഓഫ്. ശരിക്കും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ മാസം, എനിക്കൊന്നൊരു മാസം ഞാനും സാദിഖും ഉണ്ടായിരുന്നു, മാറൂഫിൻ്റെ കൂടെ ഇരുന്നു, ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അന്ന് ദാറ്റ് വാസ് സോ അമേസിങ് ഫോർ മീ, അമേസിങ്. അതൊരു സംഭവമായിരുന്നു. ഞങ്ങൾ അന്ന് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് വാദപ്രതിവാദമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. പക്ഷേ അതൊരു സംഭവമായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞു, സാദിഖ് അല്ല മാറൂഫിന് ഇന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടി. ഇന്നിവിടെ നോക്കിയപ്പോഴാണ് അതിൻ്റെ ഹോൾസെയിലാണ് പുള്ളിയുടെ കയ്യിൽ ബാക്കിയുള്ളത്. അപ്പം ഇറ്റ് വാസ് സംതിങ് എൽസ്. ഞാൻ വിചാരിച്ചത് അവിടെ തീർന്നു, എനിക്ക് ഒന്നും. അപ്പം ഞാൻ ഈ സാധനം ഊരി വെച്ചിരുന്നു. നമ്മുടെ ഈ ഫിൽറ്റർ ഉണ്ടല്ലോ, അങ്ങനെ 6 വയസ്സിൻ്റെ ഈ ബാക്കിലേക്ക് പോയി മാക്സിമം അങ്ങോട്ട് കയറട്ടെ വിചാരിച്ചിട്ട്. സോ ദാറ്റ് പെയ്ഡ് ഓഫ്. ശരിക്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ബിഗ് തിങ്. ഇപ്പോൾ ഞാനിപ്പം 500 അഡ്വാൻസ് കൊടുത്തിട്ട് ആ ഗ്രൂപ്പ് കോച്ചിങ് ഇപ്പോൾ തന്നെ ശരിയാണ്. സോ താങ്ക് യു സോ മച്ച് മാറൂഫ്, താങ്ക് യു സോ മച്ച് ഫോർ എവരിബഡി. ഹായ്, സമയമില്ല, പെട്ടെന്ന് പറയാം. ഇടയ്ക്കിടയ്ക്ക് മാറൂഫിനെ എനിക്കറിയാം കുറേ കാലമായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറൂഫ് പറയും ഞാൻ സിക്കാണ്. രാവിലെ മുതൽ വന്ന് പറഞ്ഞതായിരുന്നു സിക്കാണ്, ത്രോട്ട് പെയിൻ ഉണ്ട്, ചുക്ക് കാപ്പി ഉണ്ട് എന്നൊക്കെ ആരെങ്കിലും വിശ്വസിച്ചിരുന്നു. ഇതൊക്കെ ഉള്ളതാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് സിക്ക് അല്ലെങ്കിലുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും? രാവിലെ മുതലുള്ള അതേ എനർജി ഗോയിങ് ഹൈ. നമ്മൾ എന്നിട്ട് വിചാരിക്കുന്നത് ക്ലാസ് കഴിയല്ലേ. ഞാൻ ഇത്ര പ്ലസ് സ്കൂളിംഗ് എന്നല്ല, ഒരു 8 മണി മുതൽ 8 മണിയായി ഇപ്പോൾ ഇതുവരെ ഒരു ഹാളിൽ ഒരു ക്ലാസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ. ക്ഷമയോടുകൂടി, ഫോണില്ല, ഫോൺ മീൻസ് വിത്തൗട്ട് ഇൻ്റർനെറ്റ്. എന്നിട്ടും ക്ലാസ് കഴിയല്ലേ എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഹി മെയിൻറ്റെയിൻ ദ എനർജി ബീയിങ് മോർ ഈവൻ ഹയർ ആൻഡ് ഹയർ. ഫോർ ഷുവർ ഞാനും ഉണ്ടാവും കൂടെ ഇൻഷാ അല്ലാഹ്. താങ്ക് യു സോ മച്ച്. ഞാൻ ഈ പരിപാടിയുടെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മെഹറൂഫാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ മെഹറൂഫായി പറഞ്ഞ് ആ പരിപാടിക്ക് പോയി, പരിപാടി നടക്കുന്നുണ്ട്, അതിനെന്തായാലും പോയോ അതിൻ്റെ സൊല്യൂഷൻ. ഞാൻ പറഞ്ഞു അതല്ല ഇപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പൊടിക്കൈകളായോ. അപ്പോൾ പറഞ്ഞ് അങ്ങനെ ഇത്രയും കാലം ക്ഷമിച്ചില്ലേ, എന്തായാലും കുറച്ചും കൂടി ക്ഷമിക്ക്. എനിക്ക് തൽക്കാലം ഇപ്പോൾ കുറച്ച് എൻ്റെ മറ്റ് പഴയ വീഡിയോ ഒക്കെ ഒന്ന് കാണും. ഞാൻ ആക്ച്വലി ബൈബാക്ക് ഏരിയത്തിലുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞ് 1-2 കാര്യങ്ങൾ ചെയ്യും, എന്നിട്ട് ഈ അതിന് എന്തായാലും വായോന്നു. അപ്പോൾ വന്നത് എന്തായാലും വളരെയധികം ഹെൽപ്ഫുള്ളായി. അപ്പോൾ മെഹറൂഫായി സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എനിക്ക് ഓരോരോ എൻ്റെ ലൈഫിൽ ഓരോ ഇൻസിഡൻസ് ഓർമ്മ വരുമായിരുന്നു. അതായത് ഇപ്പോൾ എനിക്കുണ്ടാകുന്ന റിസൾട്ടിൻ്റെ എൻ്റെ ബേസ് തോട്ട് ആയിരുന്നു എനിക്ക് വരുന്നത്. ആ ഒരു ബേസ് തോട്ട് കാരണമാണ് എനിക്ക് ആ റിസൾട്ട് കിട്ടുന്നത്. ഓരോ എക്സാമ്പിൾസും എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുമായിരുന്നു ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും. അപ്പോൾ എനിക്കതൊക്കെ മനസ്സിലായി, ഒരു എവിടെയൊക്കെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. കുറേ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത് എവിടെയെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. താങ്ക് യു ഫോർ ഗിവിങ് ഗ്രൂപ്പ് ആക്സസ്, ലൈഫ് ടൈം ആക്സസ് ടു താങ്ക് യു.